അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാല് എടുക്കുക. പാല് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ചേർക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാലൊന്ന് തിളപ്പിച്ചിട്ട് വേണം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പാലില് ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ്രോൺ, കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ സാഫ്രോൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ യെല്ലോ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ കളറൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ സാഫ്രോൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് കിട്ടും. അപ്പോൾ അതാ പാല് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റസ്ക് ആണ്. ടീ റസ്ക് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7 എണ്ണം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ചേർക്കാനുണ്ട്. പല ടൈപ്പ് റസ്ക് കിട്ടും. ഏത് റസ്ക് ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 10 കശുവണ്ടി പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ടുള്ള കശുവണ്ടി പരിപ്പാണ്. സ്പ്ലിറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കുക. 10ഓ 12ഓ ബദാം ചേർത്ത് കൊടുക്കുക. ഈ ബദാമും കശുവണ്ടി പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. റസ്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം മധുരമുണ്ട് ഈ റസ്കിന്. പക്ഷേ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അളവിനനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 4 ഏലക്കയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ തരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. 2 മിനിറ്റൊക്കെ ആവുന്ന സമയത്തെല്ലാം ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഒരുപാടിട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. മധുരമൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ ഇതാ കണ്ടില്ലേ, ഒരു ചെറിയൊരു യെല്ലോ കളർ ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുങ്കുമപ്പൂ സാഫ്രോൺ ഇതിൽ ചേർത്തത് കൊണ്ടാണ്. ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാമും പിസ്തയും ഇട്ട് കൊടുക്കുകയാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും വെക്കാം. ഐസ്ക്രീം 8 മണിക്കൂർ ഇതാ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് സ്കൂപ്പ് ചെയ്തും എടുക്കാം, കട്ട് ചെയ്തും എടുക്കാം. കണ്ടില്ല, നല്ല ക്രീമി ആയിട്ടിരിപ്പുണ്ട്.
അപ്പം ഇനി ഇത് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തും കഴിക്കാം, കോരിയും കഴിക്കാം, അതുപോലെ തന്നെ കട്ട് ചെയ്തും കഴിക്കാം ഈ ഐസ്ക്രീം. അപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ബദാമും പിസ്തയും ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എന്തായാലും ഇതുപോലെ റസ്ക് വെച്ചിട്ട് ഐസ്ക്രീം തയ്യാറാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ ഐസ്ക്രീമിന്. അപ്പോൾ റസ്ക് വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്